ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് ഗ്രാഫിംഗ് ഇൻ പോളാർ കോർഡിനേറ്റ്സ്. പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഗ്രാഫിംഗ് നടത്തുമ്പോൾ അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ്സിനെ ഗ്രാഫ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നോർമലി നമ്മൾ അതിനകത്ത് സിമെട്രി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ ത്രൂ ഔട്ട് നമ്മൾ സാധാരണ ഗ്രാഫ് വരയ്ക്കുന്ന പോലെ ഒരു ഡൊമൈൻ്റെ ഒരു പോർഷൻ എടുത്ത് എൻറ്റയർ നമ്മൾ അങ്ങനെ വരയ്ക്കാറൊന്നുമില്ല. മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 0 തൊട്ട് 2π വരെ കവർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കിട്ടും. പിന്നെ വീണ്ടും 2π തൊട്ട് 4π വരെ നമ്മൾ തീറ്റ ട്രേസ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പോർഷൻ കിട്ടും. അതപ്പോൾ ഒരു പീരിയോഡിക് എന്നുള്ള ലെവലിലാണ് പലപ്പോഴും നമ്മുടെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് മോസ്റ്റ്ലി ആക്ട് ചെയ്യുന്നത്. മാത്രമല്ല പോളാർ കോർഡിനേറ്റ്സ് ആർ ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. കാരണം ആംഗിൾ തീറ്റയും ഡിസ്റ്റൻസ് ആറും ഒക്കെ ആകുമ്പോൾ നമ്മൾ അതിനെ പൊതുവേ ട്രിഗണോമെട്രിക് ആയിട്ടുമായിട്ടാണ് റിലേറ്റ് ചെയ്യാറ്. അപ്പോൾ ഇത് ഗ്രാഫ് ചെയ്യാൻ പോളാർ കോർഡിനേറ്റ്സ് ഗ്രാഫ് ചെയ്യാൻ നമുക്ക് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അതിൻ്റെ ബേസിക് ആ തിയറി മാത്രമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സിമെട്രി. സിമെട്രി ചെക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെട്രി എബൌട്ട് ദി പോളാർ ആക്സിസ് അഥവാ എക്സ് ആക്സിസ്. നമ്മുടെ ഒറിജിനൽ തുടങ്ങി തീറ്റ 0 ആയിട്ട് നമ്മൾ റൈറ്റിലേക്ക് എക്സ്പ്ലോർ ചെയ്ത് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോകുന്ന ആ ആക്സസ്, അതാണ് r > 0 ആണെങ്കിൽ റൈറ്റിലേക്ക് ഫോർവേഡായി പോവും, r നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് നമ്മൾ പ്രോഗ്രസ് ചെയ്ത് പോകണ റേ. അതാണ് നമ്മുടെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ പോളാർ ആക്സിസ്. അതിന് സിമെട്രിക് ആവണമെങ്കിൽ നമ്മൾ തീറ്റയെ മൈനസ് തീറ്റ വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് തീറ്റ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ ആ തന്നിരിക്കുന്ന ഗ്രാഫ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഗ്രാഫ് സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ് ആണെന്ന് പറയും. ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ് എന്ന് നമ്മൾ പറയുന്നു. ആൻഡ് okay, in other words, the graph is symmetric about x-axis if the point r theta lies on the graph. r theta എന്നൊരു പോയിന്റ് ഗ്രാഫിലുണ്ടെങ്കിൽ മൈനസ് ആർ കോമ തീറ്റയും അല്ലെങ്കിൽ ആർ കോമ മൈനസ് തീറ്റയും മൈനസ് ആർ കോമ പൈ മൈനസ് തീറ്റയും ഗ്രാഫിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ ചെക്ക് ചെയ്യാൻ, അതായത് നമ്മൾ പൊതുവെ ചെയ്യുക എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് തീറ്റ ആണോ എന്ന് നോക്കും. തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് ശരിയാ, അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ എഫ് ഓഫ് തീറ്റ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയും ഗ്രാഫ് ഈസ് സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ്. ഇനി സിമെട്രിക് എബൌട്ട് വൈ ആക്സിസ് അല്ലെങ്കിൽ സിമെട്രിക് എബൌട്ട് ദ വെർട്ടിക്കൽ ലൈൻ തീറ്റ ഈക്വൽ ടു π/2. അപ്പോൾ ഗ്രാഫ് തീറ്റ ഈക്വൽ ടു π/2 സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് പൈ മൈനസ് തീറ്റ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് പൈ മൈനസ് തീറ്റ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് സിമെട്രിക് എബൌട്ട് വൈ ആക്സിസ് ആയിരിക്കും. അഥവാ ഓക്കെ, അല്ലെങ്കിൽ ആർ കോമ പൈ മൈനസ് തീറ്റ അല്ലെങ്കിൽ മൈനസ് ആർ കോമ മൈനസ് തീറ്റ നമ്മുടെ ഗ്രാഫിലുണ്ടോ എന്ന് നോക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ തീറ്റ എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് പൈ മൈനസ് തീറ്റ ആണോ എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. മൂന്നാമത്തെ സിമെട്രിക് എബൌട്ട് ദി പോൾ അഥവാ ഒറിജിൻ. സിമെട്രിക് എബൌട്ട് ദ പോൾ ഓർ ഒറിജിൻ എന്ന് പറയുന്നത് ഇഫ് ദ ഇക്വേഷൻ ഈസ് അൺചേഞ്ച്ഡ് വെൻ ആർ ഈസ് റീപ്ലേസ്ഡ് ബൈ മൈനസ് ആർ. ആറിനെ മൈനസ് ആർ വെച്ച് റീപ്ലേസ് ചെയ്താലും ഫംഗ്ഷന് മാറ്റമൊന്നും വരുന്നില്ലെങ്കിൽ, ഓർ വെൻ തീറ്റ ഈസ് റീപ്ലേസ്ഡ് ബൈ പൈ പ്ലസ് തീറ്റ. അതായത് ഒന്നുകിൽ ആറിനെ മൈനസ് ആറ് കൊണ്ട് റീപ്ലേസ് ചെയ്താലും ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് തീറ്റ ആയിരിക്കണം, എഫ് ഓഫ് തീറ്റ ആയിരിക്കണം. അല്ലെങ്കിൽ എഫ് ഓഫ് പൈ പ്ലസ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് ഈസ് സിമെട്രിക് എബൌട്ട് ദി ഒറിജിൻ എന്ന് പറയും. അതിനകത്ത് നമുക്ക് നോക്കൂ പ്രോബ്ലം 8. അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് കേട്ടോ. അതായത് ഇഫ് എഫ് ഓഫ് തീറ്റ പ്ലസ് π/2 ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത് എഫ് ഓഫ് പൈ മൈനസ് അല്ലേ, നേരത്തെ കേസിൽ പറഞ്ഞത് എന്തായിരുന്നു? എഫ് ഓഫ് പൈ മൈനസ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ആണെങ്കിൽ സിമെട്രിക് എബൌട്ട് വൈ ആക്സിസ് ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എഫ് ഓഫ് പൈ പ്ലസ് തീറ്റ ആണെങ്കിൽ സിമെട്രിക് എബൌട്ട് ദി ഒറിജിൻ ആണെന്ന് പറഞ്ഞു. ഒരു പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് തരികയാണ്, എഫ് ഓഫ് തീറ്റ പ്ലസ് π/2. എഫ് ഓഫ് തീറ്റ പ്ലസ് π/2 ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ആണോ? ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, ഗിവൺ എഫ് ഓഫ് തീറ്റ പ്ലസ് π/2 ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ.
ദാറ്റ് ഈസ് ഇഫ് ദ പോയിൻറ്റ് ആർ കോമ തീറ്റ ലൈസ് ഓൺ ദി ഗ്രാഫ്. ഇതിനർത്ഥം എന്താ? എഫ് ഓഫ് തീറ്റ പ്ലസ് പൈ ബൈ ടു ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ, അല്ലെങ്കിൽ എഫ് ഓഫ് തീറ്റ പ്ലസ് എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ തീറ്റ പ്ലസ് ഒരു ആംഗിൾ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ കോമ തീറ്റ എന്ന് പറഞ്ഞ പോയിൻ്റ് ഗ്രാഫിലുണ്ടെങ്കിൽ ആർ കോമ പൈ ബൈ ടു പ്ലസ് തീറ്റയും എവിടെ തന്നെയുണ്ട്? ഗ്രാഫിൽ തന്നെ ഉണ്ടെന്നാണ് അർത്ഥം. വിച്ച് മീൻസ് ഗ്രാഫ് വിൽ ഹാവ് ദി സെയിം അപ്പിയറൻസ് ഇഫ് ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് ത്രൂ ആൻ ആംഗിൾ പൈ ബൈ ടു. അതായത് തന്നിരിക്കുന്ന ഗ്രാഫിനെ നമ്മൾ 90 ഡിഗ്രി തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് ഇരിക്കുന്ന ഒരു സാധനം 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ റൈറ്റിലേക്കായി മാറും. ആണോ? അല്ല, നേരെ മുകളിലേക്ക് പോകും അല്ലേ? എക്സ് ആക്സിസിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ അതെന്തായി മാറും? വൈ ആക്സിസ് ആയി മാറും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പിന് വലിയ മാറ്റമൊന്നും ഇല്ല എന്നാണ് ഇതിനർത്ഥം. അതായത് ഇവിടെയും അവിടെയൊക്കെ അത് ഒരുപോലെ ഇരിക്കും. എങ്ങനെ തിരിച്ചു വെച്ചാലും ആ ഗ്രാഫ് നമ്മൾ കാണുമ്പോൾ, ഇപ്പോൾ സർക്കിൾ നോക്കി നോക്കിയാൽ സർക്കിൾ എങ്ങനെ തിരിച്ചാലും, എന്ത് റിഫ്ലക്റ്റ് ചെയ്താലും, എങ്ങനെ മടക്കി വെച്ചാലും ഇതിനർത്ഥം അതെങ്ങനെ തന്നെ കാണാനുണ്ടാവുള്ളൂ? ഒരുപോലെ ഇരിക്കും അല്ലേ? പിന്നെ നമ്മൾ ലേബൽ ചെയ്താൽ മാത്രമാണ് ആ പോയിൻ്റ് മാറിയത് അറിയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു വ്യത്യാസം നമ്മൾ അറിയാൻ പോണില്ല. സ്ക്വയറിന് വ്യത്യാസം കാര്യമായിട്ട് അറിയാൻ പോണില്ല. ഒരു സ്ക്വയർ എക്സ് ആക്സിസിലും വൈ ആക്സിസിലൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു സ്ക്വയറിനെ നമ്മളെടുത്ത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ വല്ല വ്യത്യാസം നമുക്ക് മനസ്സിലാവുമോ? ഇല്ല. സിമ്പിൾ. ഓക്കെ, അപ്പം ഈ ഒരു രണ്ട് കാര്യം പ്രോബ്ലം 8ഉം പ്രോബ്ലം 9ഉം നമുക്ക് അപ്ലിക്കേഷന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ എഫ് ഓഫ് തീറ്റ പ്ലസ് പൈ ബൈ ടു ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലും ഇതിന് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എന്താണോ അത് തന്നെ എവിടെ റിപ്പീറ്റ് ചെയ്യും? സെക്കൻഡ് ക്വാഡ്രൻറ്റിലും റിപ്പീറ്റ് ചെയ്യും എന്നാണ് അതിനർത്ഥം. ഇനി എഫ് ഓഫ് പൈ ബൈ ടു മൈനസ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ ആണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാൻ പറ്റും? അപ്പോൾ നോക്കുക, given f of pi minus theta pi by 2 minus theta equal to f of theta, then for any theta f of pi by 4 minus theta equal to എന്താ പറയുക? f of pi by 2 minus f of pi by 4 minus theta എന്ന് എഴുതി കൂടെ? അതായത് നമ്മുടെ ഫംഗ്ഷന് പ്രോപ്പർട്ടി എന്താ? എഫ് ഓഫ് പൈ ബൈ ടു മൈനസ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ തന്നെയാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് പൈ ബൈ 4 മൈനസ് തീറ്റ ഈക്വൽ ടു എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ തുടങ്ങി? എഫ് ഓഫ് പൈ ബൈ 4 മൈനസ് തീറ്റയിൽ തുടങ്ങി. ഈ പൈ ബൈ 4നെ നമ്മൾ പൈ ബൈ 2 മൈനസ് പൈ ബൈ 4 എന്നാക്കി മാറ്റുക. അപ്പോൾ എഫ് ഓഫ് പൈ ബൈ 2 മൈനസ് പൈ ബൈ 4 മൈനസ് തീറ്റ എന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ ബൈ 2 മൈനസ് എഫ് ഓഫ് പൈ ബൈ 4 പ്ലസ് തീറ്റ. ഇനി നമ്മുടെ പ്രോപ്പർട്ടി എന്താ? എഫ് ഓഫ് പൈ ബൈ 2 മൈനസ് തീറ്റ. തീറ്റ എന്ത് ആംഗിൾ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾ റീപ്ലേസ് ചെയ്തത് പൈ ബൈ 4 പ്ലസ് തീറ്റ വെച്ചിട്ടാണ്. ഈ തീറ്റയ്ക്ക് പകരം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ ഈ വലിയ ആംഗിളാണ്. അപ്പോൾ എന്ത് കിട്ടി? എഫ് ഓഫ് പൈ ബൈ 4 പ്ലസ് തീറ്റ. അപ്പോൾ നോക്കുക, എഫ് ഓഫ് പൈ ബൈ 4 മൈനസ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് പൈ ബൈ 4 പ്ലസ് തീറ്റ, വിച്ച് മീൻസ് the graph of r equal to f of theta is symmetric with respect to the line theta equal to pi by 4. ഇതേപോലെ നമുക്കിങ്ങനെ കിട്ടുകയാണെങ്കിൽ, അപ്പോൾ എഫ് ഓഫ് പൈ ബൈ 2 മൈനസ് തീറ്റ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്നാണെങ്കിൽ തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറഞ്ഞ ആ റേക്ക് സിമ്മട്രിക് ആണ് നമ്മുടെ ഗ്രാഫ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 45 ഡിഗ്രിയിൽ നമ്മളൊരു ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാഫ് ഇതിൻ്റെ അപ്പുറയും ഇപ്പുറയും ഒരുപോലെ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് വഴിയാണ് കുറച്ചും കൂടിയും ക്ലിയർ ആവുക. അതായത് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ രണ്ടാമത് പറഞ്ഞ പ്രോബ്ലം 9ൻ്റെ കേസ് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ തീറ്റ ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറഞ്ഞ റേ ഏതാണ്? ഈ പോണ സാധനമാണ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 4. ഈ റേക്ക് അല്ലെങ്കിൽ ഈ ലൈനിന് സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫംഗ്ഷൻ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനൊരു ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് സിമ്മട്രിക് ആണെന്ന് പറഞ്ഞാൽ ഇപ്പറയും ഇങ്ങനൊരു ലൈൻ ഉണ്ടായിരിക്കും. ഇതിങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് ശരിക്കും ഈ ഒരു പോർഷനിൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടേക്ക് എന്താണോ ക്യാരി ഓവർ ചെയ്യുക എന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും എന്നർത്ഥം. ഓക്കെ, ഇനി സ്ലോപ്പ് ഓഫ് എ പോളാർ കർവ്. സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ആ ഡെറിവേഷൻസ് ഒന്നും ശരിക്കും നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എങ്ങനെ? ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റയാണ്. പക്ഷെ നമുക്ക് എക്സിലും വൈയിലൊക്കെയാണ് ഇത് കിട്ടുകയാണെങ്കിൽ എളുപ്പം. ഒരിക്കലും ആർ ഡാഷ് അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത്
ഡി എഫ് ബൈ ഡി തീറ്റ അല്ല, ജസ്റ്റ് ആർ ഡി തീറ്റ കൊണ്ട് നമ്മളതിനെ ഡെറിവേറ്റീവ് എടുത്ത് കണ്ടുപിടിക്കുന്ന വാല്യൂ അല്ല. സ്ലോപ്പ് ഓഫ് പോളാർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് ഈ തീറ്റയിനെയും എല്ലാത്തിനെയും നമ്മൾ കറസ്പോണ്ടിങ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സ്ലോപ്പ് എന്ന് പറയുന്നത് dy ബൈ ഡി എക്സ് ആണ്. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നും y ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നും എടുക്കുന്നു. ഇനി ഇവിടെ ആർ എന്താണ്? ബൈ ഗിവൻ ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. അപ്പോൾ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ, 1 സെക്കൻഡ്, ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ കോസ് തീറ്റ, വൈ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ സൈൻ തീറ്റ. അപ്പോൾ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ, വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സിനെ എങ്ങനെ എഴുതാം? ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. അപ്പോൾ ഡി ബൈ ഡി തീറ്റ ഓഫ് വൈ എന്തായിരുന്നു? എഫ് ഓഫ് തീറ്റ സൈൻ തീറ്റ. എക്സ് എന്തായിരുന്നു? എഫ് ഓഫ് തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഡി ബൈ ഡി തീറ്റ എഫ് തീറ്റ കോസ് തീറ്റ. നമുക്കറിയാലോ പ്രോഡക്റ്റ് ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അതേപോലെ ഡിനോമിനേറ്ററിലും നമ്മളപ്പോൾ അത് ചെയ്തു വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് തീറ്റ ടാൻ തീറ്റ പ്ലസ് എഫ് ഓഫ് തീറ്റ. അതൊക്കെ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ന്യൂമറേറ്ററിനെ കോസ് തീറ്റ കൊണ്ടും ഡിനോമിനേറ്ററിനെ സൈൻ തീറ്റ കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരിക? എഫ് ഡാഷ് ഓഫ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ പ്ലസ് എഫ് ഓഫ് തീറ്റ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 മൈനസ് എഫ് ഓഫ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് തീറ്റ ടാൻ തീറ്റ പ്ലസ് എഫ് ഓഫ് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് തീറ്റ മൈനസ് എഫ് ഓഫ് തീറ്റ ടാൻ തീറ്റ. Hence, the slope of the curve r equal to f of theta or slope of the line tangent to the graph r equal to f of theta at r theta is എന്താണ്? എഫ് ഡാഷ് ഓഫ് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് എഫ് ഓഫ് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് തീറ്റ മൈനസ് എഫ് ഓഫ് തീറ്റ ടാൻ തീറ്റ. ഞാൻ ഈ ഒരു ഫോർമുല പഠിക്കാനാണ് റെക്കമെൻഡ് ചെയ്യാം, നമ്മുടെ ഈ ഒരു ഫോർമുല കേട്ടോ. അതായത് ഇവിടെ നോക്കൂ, ടാൻ തീറ്റ ഇൻറ്റു ഡി ആർ ബൈ ഡി തീറ്റ പ്ലസ് ആർ ഹോൾ ഡിവൈഡഡ് ബൈ ഡി ആർ ഡി തീറ്റ മൈനസ് ആർ ടാൻ തീറ്റ. അത് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ രണ്ട് ഫോർമുലയിൽ ഏതെങ്കിലും ഒരെണ്ണം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇനി നമുക്കൊരു റിമാർക്ക് ഉണ്ട്, നോക്കാം. ഇഫ് ദ കർവ് ആർ ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ പാസസ് ത്രൂ ദി ഒറിജിൻ അറ്റ് തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ട്. അപ്പോൾ ഒറിജിനിൽ അറ്റ് തീറ്റ ഈക്വൽ ടു തീറ്റ നോട്ടിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഒറിജിനിൽ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ് അല്ലേ? അപ്പം നമ്മുടെ ഈ സാധനം എന്തായി മാറും? എഫ് ഡാഷ് ഓഫ് തീറ്റ ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് തീറ്റ എന്നായി മാറും. കാരണം ഒറിജിനലിൽ എഫ് ഓഫ് തീറ്റയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ഒറിജിൻ, ഡി വൈ ബൈ ഡി എക്സ് അറ്റ് ഒറിജിൻ എന്താണ്? ടാൻ തീറ്റയാണ് സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നത്. നമുക്ക് ഈ പ്രോബ്ലം ഒരെണ്ണം ഡിസ്കസ് ചെയ്യാം അല്ലേ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് ആർ ഈക്വൽ ടു 3 കോസ് സ്ക്വയർ 2 തീറ്റ. കണ്ടോ, ആർ ഈക്വൽ ടു a function of theta. അതാണ് നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത്. സ്പെസിഫിക്കലി അറ്റ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 6. അപ്പോൾ നമുക്ക് ആർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് തീറ്റ ഈക്വൽ ടു 3 കോസ് സ്ക്വയർ 2 തീറ്റ. അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ ഫോർമുല നോക്കൂ. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റ ഡി ആർ ബൈ ഡി തീറ്റ പ്ലസ് ആർ ഹോൾ ഡിവൈഡഡ് ബൈ ഡി ആർ ബൈ ഡി തീറ്റ മൈനസ് ആർ ടാൻ തീറ്റ. അപ്പോൾ ഇവിടെ നോക്കൂ, ഡി ആർ ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യൂ. 3 കോൺസ്റ്റൻ്റ് ആണ്, അതവിടെ നിൽക്കും. കോസ് സ്ക്വയർ 2 തീറ്റയ്ക്ക് നമ്മൾ ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ 2 ടൈംസ് കോസ് 2 തീറ്റ ഇൻറ്റു
കോസ് 2 തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2 തീറ്റ, 2 തീറ്റയുടെ ഡെറിവേറ്റീവ് തീറ്റ. അപ്പോൾ 6. അപ്പോൾ ഇവിടെ 3 കോൺസ്റ്റൻ്റ് ഉണ്ട്. ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കോസ് 2 തീറ്റ, കോസ് 2 തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2 തീറ്റ, 2 തീറ്റയുടെ ഡെറിവേറ്റീവ് 2 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 12 കോസ് 2 തീറ്റ സൈൻ 2 തീറ്റ. ഇനി എഫ് ഓഫ് പൈ ബൈ 6 നമുക്ക് ആവശ്യമാണ് അല്ലേ. എഫ് ഓഫ് പൈ ബൈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കോസ് സ്ക്വയർ 2 ഇൻറ്റു പൈ ബൈ 6 എന്നാണ് വരിക. 2ഉം 6ഉം കൂടി കട്ട് ചെയ്ത് ഇത് പൈ ബൈ 3 ആയി മാറി. അപ്പോൾ 3 കോസ് സ്ക്വയർ പൈ ബൈ 3. അത് സ്റ്റെപ്പ് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ എഴുതി പോകണം കേട്ടോ. നോട്ടിൽ എഴുതുമ്പോൾ 3 കോസ് സ്ക്വയർ പൈ ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1/2 റേസ് ടു 2. അതെന്താ കാരണം? കോസ് സ്ക്വയർ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ കോസ് പൈ ബൈ 3 സ്ക്വയർ ആണ്. കോസ് പൈ ബൈ 3 കോസ് 60 1/2. അപ്പോൾ 1/2ൻ്റെ സ്ക്വയർ. അപ്പോൾ 3 ഇൻറ്റു 1/2 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 3/4. സിമ്പിൾ കാൽക്കുലേഷൻ. ഇനി ഇതേപോലെ പൈ ബൈ 6 എഫ് ഡാഷിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഡാഷ് എന്ന് പറയുന്നത് 12 കോസ് 2 തീറ്റ സൈൻ 2 തീറ്റ മൈനസ് 12 കോസ് പൈ ബൈ 3 സൈൻ പൈ ബൈ 3 മൈനസ് 12 1/2 ഇൻറ്റു റൂട്ട് 3/2. നമുക്ക് കട്ട് ചെയ്ത് കളയാളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കഴിയുമ്പോൾ മൈനസ് 3 റൂട്ട് 3. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ അറ്റ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ ഈ ഇതിലെ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ dy ബൈ ഡി എക്സ് അറ്റ് തീറ്റ ഈക്വൽ ടു പൈ ബൈ 6 ടാൻ തീറ്റ. വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇവിടെ ഇതാ എഫ് ഡാഷ് ഓഫ് തീറ്റ ടാൻ തീറ്റ പ്ലസ് എഫ് ഓഫ് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് തീറ്റ മൈനസ് എഫ് ഓഫ് തീറ്റ ടാൻ തീറ്റ. അപ്പോൾ ആ പറഞ്ഞ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കൊരു 9ഉം 39ഉം വരും. 9 നമുക്ക് 3 ഇൻറ്റു 3 എന്ന് എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു 3 ആണ് വരിക. അപ്പോൾ ആ ഓരോ 3 വീതം കട്ട് ചെയ്ത് കളയുമ്പോൾ 3 റൂട്ട് 3 ഡിവൈഡഡ് ബൈ 13. അത് നമുക്ക് അങ്ങനെ കിട്ടി. ഇതിനകത്ത് അടുത്തൊരു 11th ക്വസ്റ്റ്യൻ കാണുന്നില്ലേ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് ആർ ഈക്വൽ ടു 3 സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ സ്ക്വയർ. അപ്പോൾ അത് നിങ്ങൾ എന്താണ് വരുന്നതെന്ന് കണ്ടുപിടിച്ച് ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഗ്രാഫ് വരയ്ക്കാനുള്ളതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ഓർക്കുക. സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ് നമുക്ക് അതും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ, എന്നിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ്. അപ്പോൾ നമ്മുടെ ആക്സിസ് ഇതാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ് എന്നാണെങ്കിൽ ഈ എക്സ് ആക്സിസിന് ഇപ്പറേ സെയിം ഡിസ്റ്റൻസിൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കും. ഇതാണ് സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടും. ഇനി സിമെട്രിക് എബൌട്ട് വൈ ആക്സിസ് എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, ഞാൻ എനിക്ക് ഇങ്ങനൊരു ഗ്രാഫിൻ്റെ പോർഷൻ ഉണ്ട്. എനിക്ക് കിട്ടിയ ഗ്രാഫിൽ സിമെട്രിക് എബൌട്ട് വൈ ആക്സിസ് എന്നാണെങ്കിൽ അതിൻ്റെ ബാക്കി പോർഷൻ ഡെഫിനറ്റ്ലി ഇങ്ങനെ ഇതിനെ അങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുസ്തകമാണെന്ന് വിചാരിക്കുക. പ്ലെയിൻ ഒരു പുസ്തകമാണ്, നമ്മൾ തുറന്നു. പുസ്തകത്തിൽ ഇവിടെ ഒരു വര വരച്ച് നമ്മളൊരു അടച്ചു കഴിഞ്ഞ് മഷി കൊണ്ടൊരു ഇപ്പോൾ പരക്കണൊരു മഷിയെന്ന് വിചാരിക്കുക. ആ മഷി കൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു ഡോട്ട് ഇട്ടു. എന്നിട്ട് പുസ്തകം അടച്ചു കഴിഞ്ഞാൽ അതേ ഡിസ്റ്റൻസിൽ ലെഫ്റ്റ് സൈഡിലും ഒരു ഡോട്ട് വരും. ഇനിയിപ്പോൾ തുറന്നു നോക്കൂ, ആ പേജ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ആ നടുവിലിൻ്റെ 2 സൈഡിലും ഒരേ ഡിസ്റ്റൻസിൽ ഓരോ പോയിൻറ്റുകൾ. ഇതാണ് സിമെട്രിക് എബൌട്ട് വൈ ആക്സിസിൻ്റെ. ഇതേപോലെ തന്നെയാണ് താഴത്തേക്ക് അടയ്ക്കുമ്പോൾ സിമെട്രിക് എബൌട്ട് എക്സ് ആക്സിസ്. ഇനി സിമെട്രിക് എബൌട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ആ ലൈനിൻ്റെ അപ്പുറയും ഇപ്പുറയും ഗ്രാഫ് ഒരുപോലെ ആയിരിക്കും. സിമെട്രിക് എബൌട്ട് ദി ഒറിജിൻ എന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒറിജിൻ്റെ അവിടെ വെച്ച് ഈ പ്ലെയിനെ മടക്കി കഴിഞ്ഞാൽ, അതായത് ഒറിജിനിൽ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പോർഷനാണ് എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനൊരു പോർഷനാണ് എടുക്കുക. എന്നിട്ട് ആ അബൌട്ട് ദാറ്റ് ലൈനാണ് നമ്മൾ മടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതൊക്കെ ഒന്ന് നല്ലോണം മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.